ഹലോ കൂട്ടുകാരെ, ഈ പ്രാവശ്യം നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പറമ്പിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കണ്ടെയ്നർ നമ്മുടെ വീട്ടിനാവശ്യത്തിനുള്ള ചീര മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ഞാൻ കൂടുതലായിട്ടും കരിയില കമ്പോസ്റ്റിനകത്താണ് കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം നിറയെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ബീട്രൂട്ട് ചീര എന്ന് പറഞ്ഞൊരു ഇനമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വേറൊരു വെറൈറ്റി ചീരയുണ്ട്. ഈ കാണിക്കുന്നത് ബീട്രൂട്ട് ചീര പിന്നെ കാണിക്കാം. ഈ ഒരു വെറൈറ്റി ഉണ്ടോ, ഇത് പട്ട് ചീരയാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിറയെ ശാഖകളുണ്ട്, ഒത്തിരി ശാഖകളുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ വളർന്ന് വരുന്നതേ ഉള്ളേ. അപ്പം അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ ഇതാണ് ബീട്രൂട്ട് ചീര. ഇത് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുമന്ന കളർ, അതായത് ബീട്രൂട്ടിനകത്ത് നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് പടരത്തില്ല, അതുപോലെ ചുമന്ന കളർ നമ്മുടെ ഈ ചോറിനകത്തോട്ട് പടരും. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇത് രണ്ടും, പിന്നെ നമ്മുടെ അരുണൊക്കെ നമ്മൾ സാധാരണ നിലത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടെയ്നറിനകത്ത് ചെയ്തേക്കുന്നത്, അരുണ് ചുമ്മാ നമ്മൾ നിലത്ത് ചെയ്തേക്കുന്നത്. അപ്പം വലിയ വളങ്ങളൊന്നും ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടില്ല, അത് സ്യൂഡോമോണസ് പോലും ഒഴിച്ചിട്ടില്ല. എങ്കിലും ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് വളർച്ച കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചീര ഉണ്ടോ, ഈ ചീര ഇത് തന്നെ കിളുത്ത് കയറി വന്നതാണ്. നേരത്തെ നമ്മൾ ചെയ്ത വിത്ത് കിടന്നിട്ട് കിളുത്താണ്. അപ്പോൾ ഈ ചീരയുടെ ഒരു പ്രത്യേകത കാണാം. ഇത് കാണിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ശാഖകൾ കണ്ടോ, നമ്മുടെ സാധാരണ മരം വളരുന്ന പോലെ തന്നെ ശാഖ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതിനകത്ത്. അതായത് നിറയെ ശാഖകളുണ്ട് ഇതിനകത്ത്. ഞാൻ ഇതിന് അടിവളമൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കരിയില കമ്പോസ്റ്റ് മാത്രം കൊടുത്തേക്കുന്നത്, അല്ലാതെ ഇതിന് വേറെ നമ്മളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നത്. ഈ വെയിലത്ത് നിൽക്കുമ്പം ചീരയ്ക്ക് നല്ല വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാട് പോലെ വളർന്നു കയറും. ഈ ഒരു മൂട് നമുക്ക് ഒരു കറിക്കുള്ളതുണ്ട്, അമ്മാതിരി വലിപ്പമുണ്ട്. ഞാൻ എൻ്റെ വിരൽ വെച്ച് കാണിച്ചു തരാം, അത്ര വലിപ്പമുള്ള ചീര ഇത്. ഇതിൻ്റെ വിത്തെടുത്ത് അടുത്ത പ്രാവശ്യം എന്തായാലും കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നല്ല വെറൈറ്റികളൊക്കെ കൃഷി ചെയ്താലേ കർഷകരായ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടത്തുള്ളൂ. അതുമല്ല, ഈ ചീര ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ, അടുത്ത് കൂട്ടം കൂടി വേറെ ചീരകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ വളങ്ങളും ഇതിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടിൻ്റെ കനം കണ്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിരലിൻ്റെ വലിപ്പം, എൻ്റെ വിരലിനെക്കാട്ടും വലിയ തണ്ടായത്. പക്ഷേ ഇത് ഇതുവരെയും പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പൂത്ത് തുടങ്ങുന്ന പറഞ്ഞാൽ ഇപ്പോഴും ഇത് എളുപ്പമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുവരെ ഇത് പൂക്കാഞ്ഞത്. ഇപ്പോഴാണ് ഇത് പൂത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ചീര കണ്ടിട്ടുള്ളവർ ഏത് ചീരയാണെന്ന് കമൻറ്റ് ചെയ്യണം. വ്ളാത്താങ്കര ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ചീരയാണെന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും